നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ അഥവാ നിങ്ങളുടെ നെഞ്ചു നേറിയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ ഭഗവാന്റെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ജീവിതത്തിൽ വളരെയധികം പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളോടും പോരാടി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്ന് പറയാം. പല കാര്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടപ്പാടോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചും ജോബ്, റിലേഷൻഷിപ്പ്, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇനി പ്രവർത്തിക്കേണ്ടതായിട്ടില്ല, മതിയാകുന്നു എന്ന രീതിയിൽ ചിന്തിച്ചു പോകുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഒരുപാട് എഫേർട്ട് പല കാര്യങ്ങൾക്കായി എടുത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറും കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എല്ലാവരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് പലരിൽ നിന്നും ലഭിക്കുന്ന ചതികൾ അത് തരണം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹങ്ങൾ പോലും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ തോറ്റ് പിന്മാറില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. തോറ്റ് പിന്മാറുവാൻ തയ്യാറാകാത്ത വ്യക്തികളുടെ എനർജിയും കാണുവാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന കാര്യം തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങൾക്കും ഒരു മൂല്യം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അത് നിങ്ങൾക്ക് മടുപ്പ് ഉളവാക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. ലക്ഷ്യത്തിനായി മുന്നേറുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. മറ്റൊരു ലക്ഷ്യത്തിനായി നിങ്ങൾ ഇറങ്ങേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ശക്തമായി തന്നെ മുന്നേറുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമാകുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും വിജയം വന്നെത്തുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നൽകുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. വിജയം വന്നെത്തുന്ന സാഹചര്യം പോലുമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വഴിത്തിരിവ് അപ്രതീക്ഷിതമായി കടന്നു വരാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ പകരുന്നതായ പല കാര്യങ്ങളും
അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ പദ്ധതികൾ, ആഗ്രഹം നിറവേറ്റുവാനായി വളരെയധികം പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം പരീക്ഷകളിൽ പോലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായ കാര്യങ്ങൾ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നൊരു ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്കത് നേട്ടമായി ഭവിക്കുകയും ചെയ്യും. ഈ സമയം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും എന്നൊരു ധാരണ നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം സാമ്പത്തികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ ഫലം നൽകും. അപ്രതീക്ഷിതമായ ചെലവുകൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായി തന്നെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പാടുകൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സമ്പാദിക്കുവാൻ ധാരാളം അവസരങ്ങൾ വന്നു ചേരാം. യാത്രകൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതിലൂടെ പലവിധ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം അത്തരമൊരു ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം, ചില വ്യക്തികളുടെ സഹായം ലഭിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ ലഭിക്കുന്നില്ല, സഹായമാണ്, പിന്തുണയാണ് ലഭിക്കുന്നില്ല എന്ന വിഷമമുണ്ട് എങ്കിൽ അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറുന്നു എന്നൊരു സാഹചര്യം പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അർഹതപ്പെട്ടതായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അർഹത ഉണ്ടാകുന്നില്ല എന്നൊരു വിഷമം ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നതും പ്രത്യേകതയായി പരാമർശിക്കാം. പല വസ്തുക്കളും നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിലവിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായ സാഹചര്യം പോലും ഒഴിവാക്കി കൃത്യതയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ പല വിധത്തിലും സഹായങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാണ്. ഈ സമയം സഹായിക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത വഴിമാറിപ്പോകുന്ന സാഹചര്യം പോലും ജീവിതത്തിൽ വന്നു ചേരാം. ഈ സമയം പുതിയ സുഹൃത്ത്, നിലവിലുള്ള സുഹൃത്ത്, ബന്ധുമിത്രാദികൾ അങ്ങനെ ആരുമാകാം, ഇത്തരത്തിൽ പലവിധ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾ വിചാരിക്കാത്ത പലരിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ലഭിക്കുക. പ്രാർത്ഥന നിങ്ങളെ രക്ഷിക്കും. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.